മഴക്കാലമായതോടെ പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും വരവായി. ഇങ്ങേയറ്റം ജലദോഷപ്പനി തൊട്ട് അങ്ങേയറ്റം കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഡെങ്കു ഫീവർ, എലിപ്പനി വരെ ഈ ഒരു സമയത്ത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ് എന്നാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളുടെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ പ്രായമായവര്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവ് ഉള്ള രോഗങ്ങളുള്ളവർ, അതായത് പ്രമേഹ രോഗം, രക്തസമ്മർദ്ദം, അല്ലെങ്കിൽ അർബുദം പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്കും വരുന്ന രോഗലക്ഷണങ്ങൾ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. പിന്നെ ഈ സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങളോടൊപ്പം, അത് പനി, ജലദോഷം പോലെയുള്ള ലക്ഷണങ്ങളോടൊപ്പം പനി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നു, 3 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്നു. അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ ഒരു 102, 103 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒട്ടും കുറയാതെ നിൽക്കുന്നു. രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് പനിക്കുന്നു, അല്ലെങ്കിൽ പനി കൂടുന്നു, കുറയുന്നു, അല്ലെങ്കിൽ ഇടവിട്ട് വരുന്നു, അങ്ങനെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളൊരു ആശുപത്രിയിൽ ചെന്ന് നമ്മളുടെ രോഗം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്.